ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തുകൊണ്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ നുറുക്കുഗോതമ്പ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്കുഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു 2-3 പ്രാവശ്യം ഇത് കഴുകിയിട്ട് കുതിർക്കാൻ വയ്ക്കുകയൊന്നും വേണ്ട. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി നമുക്കെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് പാനിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കാഷ്യൂ നട്ട്സും അതേപോലെ തന്നെ മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. കുറച്ച് ആ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി ആ നെയ്യിൽ കിടന്ന് വറുത്തെടുക്കണതിൻ്റെ ഒരു ടേസ്റ്റ്, അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണമെന്ന് വെച്ചാൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ നമുക്ക് നുറുക്കുഗോതമ്പ് വേവിച്ചിട്ടായാലും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എങ്കിലും നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കാഷ്യൂവും അതുപോലെ ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1-1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നുറുക്കുഗോതമ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് നുറുക്കുഗോതമ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം തീരെ പറ്റി പോകാണ്ട് അടിക്ക് പിടിക്കാണ്ട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് ഇതിവിടെ തിളച്ച് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കാണ്ട് നോക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ള് കളർ ചേർക്കുന്നുണ്ട്. കളർ നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ആയാലും കുറച്ച് വെള്ളത്തിൽ കലക്കിയൊരു മഞ്ഞപ്പൊടി ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കളറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ യെല്ലോ കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ ലഡു ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയുമാണ്. ഒരു നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ആ ഒരു കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 3/4 കപ്പ് പഞ്ചസാരയാണ്. ഇത് മുഴുവൻ ചേർക്കണമെന്നില്ല. ഞാനൊരു 1/2 കപ്പോളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തരുടെ മധുരം ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വേണമെന്നാണെങ്കിൽ മുഴുവൻ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയൊക്കെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ പറ്റുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം പറ്റിക്കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് എടുക്കണം. പിന്നെ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലും മുഴുവൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ 2 തവണയായിട്ടാണ് ഇട്ട് കൊടുത്തതെങ്കിലും മൊത്തത്തിലൊരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഈ നുറുക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് മാത്രമല്ല, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട്. സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ ബൂന്തിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ലഡു ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ബൂന്തി പോലെ തന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു ഇത് കിടക്കുമ്പോൾ ബൂന്തി പോലെ തന്നെയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കാഷ്യൂസും
അതേപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-2 തവണയായിട്ട് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരുപാട് ചേർക്കണം എന്നില്ല. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പറ്റിയെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന അവസ്ഥയൊന്നും വേണ്ട. ആ ഒരു ലെവൽ വരെ ഇതാക്കണമെന്നില്ല. ചൂട് പോയി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓരോ ബോൾസാക്കി നമുക്ക് എന്താ പറയുക, ഓരോ ലഡുവായിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതേ പാനിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചൂടിലിരുന്ന് ഒന്നും കൂടി ടൈറ്റ് ആവാനും അല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് കയ്യിൽ ഒരല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും തൂത്തിട്ട് നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം. അപ്പം കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ളൊരു ചൂടാകുമ്പോഴത്തേക്കും മാത്രം നമുക്ക് ബോൾസ് ആക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ദാ ഇവിടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ചൂടൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ബോൾസ് ആക്കണത്. കയ്യിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എന്താണ് സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. സ്വീറ്റ്സ് ആയത് കാരണം തന്നെ ഭയങ്കര ഇഷ്ടമാകും. നമുക്ക് സാധാരണ ലഡു ഉണ്ടാക്കണ ഒരു പാടേ ഇല്ല. ശരിക്കും അതൊന്ന് വെന്ത് വരുന്ന ഒരു ടൈം മാത്രമേ എടുക്കണുള്ളൂ. ഒരു 5 മിനിറ്റിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. കാര്യം ഇത് കുതിരാൻ വയ്ക്കൊന്നും വേണ്ട. അധിക സമയമൊന്നും അതുകൊണ്ട് തന്നെ എടുക്കില്ല. നമ്മൾ ജസ്റ്റ് അത് വെന്ത് വരാനുള്ളൊരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഇതുപോലെ ബൂന്തി ഉണ്ടാക്കണം ബുദ്ധിമുട്ടുമില്ല. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. കാണാനും നല്ല കളർഫുള്ളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ബോൾസാക്കി ബാക്കിയുള്ള ഇതും കൂടി നമുക്ക് ഓരോരോ ബോൾസാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവും പഞ്ചസാരയുടെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നുറുക്കുഗോതമ്പ് കൊണ്ട് വെറും 5 മിനിറ്റിൽ തന്നെ നമ്മൾ അടിപൊളി ലഡു റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കളറ് യെല്ലോ വേണമെങ്കിലും ഓറഞ്ച് വേണമെങ്കിലും ഒക്കെ ചേർത്ത് നല്ല കളർഫുള്ളാക്കി എടുക്കാം കേട്ടോ. കളറ് ചേർക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. കളറ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടായാലും റെഡിയാക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേഗത്തിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.